സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണ്. ചോദ്യം നമ്പർ 1. 5 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൽ ചിത്രത്തിൽ കാണിച്ചതുപോലെ ചതുരാകൃതിയിലുള്ള ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഈ സമചതുരത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എന്ത്? നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം സമചതുരമാണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്. അതുപോലെ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ് എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു കണ്ണടച്ച് നമ്മളൊരു കുത്തിടുകയാണെങ്കിൽ ആ കുത്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് തന്നെ ആവാനുള്ള സാധ്യത എന്താണ് എന്നാണ്. സമചതുരത്തിന്റെ ഒരു വശം 5 സെന്റിമീറ്റർ ആണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമചതുരത്തിന്റെ ഒരു വശം 5 ആണെങ്കിൽ എന്താ സമചതുരത്തിന്റെ പ്രത്യേകത? എല്ലാ വശവും തുല്യമായിരിക്കും. അപ്പോൾ ഓരോ വശവും നമുക്ക് 5 സെന്റിമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ് എന്നും ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണടച്ച് കുത്തിടുന്ന സമയത്ത് ഈ കുത്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താവാനുള്ള സാധ്യതയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് സമചതുരത്തിന്റെ പരപ്പളവ്. സമചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം. സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് വശം ഇൻറ്റു വശം എന്ന് പറയാം. സമചതുരം ആയതുകൊണ്ട് നമുക്ക് വശം ഇൻറ്റു വശം എന്ന് പറയാം. ഒരു വശം 5 ആണെങ്കിൽ അടുത്ത വശവും എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായി? സമചതുരത്തിന്റെ പരപ്പളവ് കിട്ടും. 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 25 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയാൻ പറ്റും. പരപ്പളവിന്റെ യൂണിറ്റ് ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സമചതുരത്തിന്റെ പരപ്പളവ് കിട്ടി. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് കിട്ടണം. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് സമം എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 2 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു നമ്മുടെ വശത്തായിരുന്നു 5. ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ്? 2. അപ്പോൾ 2 ഇൻറ്റു 5 സമം 10 ചതുരശ്ര സെന്റിമീറ്റർ. 10 ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്ത്? നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് വരുന്നത്. സമചതുരത്തിന്റെ മൊത്തം പരപ്പളവ് എത്ര ഉണ്ടായിരുന്നു? 25 ചതുരശ്ര സെന്റിമീറ്റർ ആയിരുന്നു. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണ് വരുന്നത്? 2 ആയിരുന്നു. 2 ഇൻറ്റു 5 സമം 10 ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് വരുന്നത്. ഇനി നമുക്ക് കുത്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ആകാനുള്ള സാധ്യതയാണ് കാണേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് മൊത്തം പരപ്പളവ് എത്രയാണെന്നും കിട്ടി, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവും കിട്ടി. അപ്പൊ കുത്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താവാനുള്ള സാധ്യത എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ആകെ പരപ്പളവ് നമുക്കറിയാം. ആകെ പരപ്പളവ് എത്രയാണ്? 25. 25ൽ എത്ര ഭാഗത്തെ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് വരുന്നുള്ളൂ? 10. അപ്പം 25 10/25 എന്ന് വരും. കുത്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എത്രയാണ്? 25 10 അല്ലേ? അപ്പോൾ 25ൽ 10 എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒന്ന് ഷോർട്ടാക്കി കഴിഞ്ഞാൽ എന്ത് പറയും? 10ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 5 10 എന്ന് കൊടുക്കാം. അതുപോലെ 25ന് എങ്ങനെ എഴുതാം? 5 ഗുണനം 5. 5 ഗുണനം 5 25. 2 ഗുണനം 5 10. പിന്നെ നമുക്ക് താഴെയുള്ള 5ഉം മുകളിൽ ഒരു 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോവും. നമുക്കിതിനെ ചെറുതാക്കുന്ന സമയത്ത് ആൻസർ എന്ത് എഴുതാൻ പറ്റും? 5ൽ 2 ഭാഗം. 5ൽ 2 ഭാഗമാണ് നമുക്ക്. 5ൽ 2 ആണ് എന്തിനുള്ള സാധ്യത? കുത്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു പെട്ടിയിൽ 7 വെളുത്ത പന്തുകളും 3 കറുത്ത പന്തുകളും ഉണ്ട്. ഈ പെട്ടിയിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് കറുത്ത പന്താകാനുള്ള സാധ്യത എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു പെട്ടിയിൽ ആകെ എത്ര വെളുത്ത പന്തുകളാണുള്ളത്? 7 വെളുത്ത പന്തുകൾ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? വെളുത്ത പന്തുകളുടെ എണ്ണം സമം 7. വെളുത്ത പന്തുകളുടെ എണ്ണം സമം
7 എന്ന് എഴുതി. ഇനി 3 കറുത്ത പന്തുകളും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കറുത്ത പന്തുകളുടെ എണ്ണം സമം 3. വെളുത്ത പന്തുകളുടെ എണ്ണം സമം 7. കറുത്ത പന്തുകളുടെ എണ്ണം സമം 3. ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ പെട്ടിയിൽ നിന്നും ഒരു പന്തെടുത്താൽ, അല്ലേ? ഈ പെട്ടിയിൽ നിന്നും ഒരു പന്തെടുത്താൽ, അപ്പൊ പെട്ടിയിൽ ആകെ എത്ര പന്തുകളുണ്ട്? അതാണ് നമുക്ക് അറിയേണ്ടത്. ആകെ പന്തുകളുടെ എണ്ണം സമം 7 + 3, അല്ലേ? 7 വെളുത്ത പന്തുകളും 3 കറുത്ത പന്തുകളും. അപ്പൊ ആകെ എത്ര പന്തുകളുണ്ട്? 10 പന്തുകളാണ് ആകെ പെട്ടിയിലുള്ളത്. ഈ 10 പന്തുകളിൽ നിന്ന് നമ്മൾ ഒരു പന്തെടുത്താൽ അത് കറുത്ത പന്താകാനുള്ള സാധ്യത. ആകെ എത്ര കറുത്ത പന്തുകളുണ്ട്? കറുത്ത പന്തുകൾ 3 എണ്ണമാണ്, അല്ലേ? അപ്പോൾ ആകെ പന്തുകൾ 10 ആണ്. 10ൽ എത്ര ചാൻസ് ആണ് കറുത്തതാവാനുള്ളത്? 3. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 10ൽ 3 ആണ് കറുത്ത പന്തെടുക്കാനുള്ള സാധ്യത. 3/10 എന്ന് കൊടുക്കാം. എന്താണ്, മനസ്സിലായോ? ആകെ പന്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10. വെളുത്ത പന്തുകളുടെ എണ്ണം എത്രയാണ്? 7. കറുത്ത പന്തുകളുടെ എണ്ണം 3. ആകെ പന്തുകളുടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കളറുകൾ തന്നിട്ടുണ്ടോ അത് കൂട്ടി നോക്കാം. 7 + 3 10. ആകെ പന്തുകളുടെ എണ്ണം ത്തിൽ നിന്നും നമുക്ക് സാധ്യത ഏത് കളറാണോ എടുത്തിരിക്കുന്നത്, കറുപ്പാണല്ലേ? കറുപ്പ് ആകെ എത്ര എണ്ണേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ. അപ്പൊ 10ൽ 3 ചാൻസേ എന്താവാനുള്ളൂ? കറുത്ത പന്താവാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസു കഷ്ണത്തിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും നോക്കാതെ ഒരു കടലാസ് കഷ്ണം എടുക്കണം. അതിലെഴുതിയ സംഖ്യ 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്താണ്? ചോദ്യം മനസ്സിലായോ? 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ നമുക്കറിയാലോ. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ 1, 2, 3 ഇങ്ങനെ 10 വരെ എഴുതിയിട്ട് ഓരോ കുഞ്ഞു പേപ്പറിൽ എഴുതിയിട്ട് എവിടെ ഇടണം? ഒരു പെട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും നോക്കാതെ ഒരു കടലാസ് കഷ്ണം എടുക്കുകയാണ് നമ്മൾ. ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു കടലാസ് കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അതിലെഴുതിയ സംഖ്യ 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്താണ് എന്നാണ്. അപ്പൊ നമുക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഏതാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത്രയും നമ്മളിങ്ങനെ ഓരോ കടലാസ് തുണ്ടിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടു എന്ന് കരുതാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 3ന്റെ ഗുണിതങ്ങളാവാനുള്ള സാധ്യതയാണ് ചോദിച്ചത്. ഇത്രയും 1 മുതൽ 10 വരെയിൽ 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയായിരുന്നു വരുന്നത് മക്കളെ? 3, അല്ലേ? 3ന്റെ ഗുണിതമാണ്. പിന്നെ ഏതാണ് 3ന്റെ ഗുണിതമായിട്ട് വരുന്നത്? 4 3ന്റെ ഗുണിതമല്ല, 5 3ന്റെ ഗുണിതമല്ല, 6 ആണ് പിന്നെ 3ന്റെ ഗുണിതമായിട്ട് വരുന്നത്. പിന്നെ ഏതാണ്? 7 3ന്റെ ഗുണിതമല്ല, 8 3ന്റെ ഗുണിതമല്ല, 9 3ന്റെ ഗുണിതമാണ്. ഇങ്ങനെ 3 നമ്പറുകളാണ് നമുക്ക് 3ന്റെ ഗുണിതമായി കിട്ടുന്നത്. ഏതൊക്കെയാണ്? 3, 6, 9. അത് നമ്മൾ എഴുതി വെക്കുക. 3ന്റെ ഗുണിതങ്ങൾ സമം 3, 6, 9. 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3, 6, 9 എന്ന് എഴുതി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? 3ന്റെ ഗുണിതമാവാനുള്ള സാധ്യത, അല്ലെ? ആകെ എത്ര കടലാസ് തുണ്ടുകൾ ഉണ്ട് അവിടെ? ആകെ കടലാസ് തുണ്ടുകളുടെ എണ്ണം, അല്ലേ? ആകെ നമ്മൾ എഴുതിയത് 1 മുതൽ 10 വരെയാണ്. അപ്പൊ ആകെ കടലാസ് തുണ്ടുകൾ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണമാണ് ഉള്ളത്, അല്ലെ? ആകെ നമുക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പറുകളാണ് ഉള്ളത്. ഈ 10ൽ എത്ര എണ്ണ 3ന്റെ ഗുണിതാവാനുള്ള സാധ്യതയുള്ളൂ? 3 എണ്ണം, അല്ലെ? 3, 6, 9 3 എണ്ണല്ലേ വരുന്നത്. അപ്പോൾ 3 എണ്ണം വരുന്ന സമയത്ത് 3ന്റെ ഗുണിതമാവാനുള്ള സാധ്യതയെ നമുക്ക് എങ്ങനെ എഴുതാം? 10ൽ 3 എന്ന് എഴുതാം. ഇത്രയാണ് നമ്മളോട് ചോദിച്ചത്. അതിലെഴുതിയ സംഖ്യ 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്ത് എന്നാണ്. അപ്പോൾ 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത സമം 3/10 എന്ന് എഴുതാം.